ഓക്കെ, ഹായ് എവരി വൺ. എൻ്റെ പേര് മെൽവിൻ, മെക്കാനിക്കാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ബൈക്ക് ഓടിക്കാൻ കേരളത്തിലുള്ള 100-ൽ 95 പേർക്കും അറിയില്ല എന്നുള്ളൊരു വാദമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ ആളുകൾ പൊട്ടിത്തെറിക്കും. എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ലെന്നാണോ നീ പറയുന്നത്? ഞങ്ങളൊക്കെ എത്ര ചരിത്രമുള്ളവരാണെന്ന് നിനക്കറിയാമോ? ഏതൊക്കെ വണ്ടികൾ ഓടിച്ചിട്ടുണ്ടെന്നറിയാമോ? എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെന്നറിയാമോ? എത്രയൊക്കെ സ്പീഡിൽ ഓടിച്ചിട്ടുണ്ടെന്നറിയാമോ? എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നിലോട്ട് കൊണ്ടുവരും. ആക്ച്വലി ഇത് ഇങ്ങനെ ഒരു കാര്യം പറയാൻ, ഇവിടെയുള്ള 100-ൽ 95 പേർക്കും ബൈക്ക് ഓടിക്കാൻ അറിയില്ല എന്നൊരു കാര്യം ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ചില തിരിച്ചറിവുകളും ചില അനുഭവങ്ങളുമാണ്. അതിവിടെ പറഞ്ഞുതരാം. ഞാൻ ആക്ച്വലി വളരെ ക്രേസ് കൂടി ബൈക്കിനെ പറ്റിയൊക്കെ പഠിക്കാൻ നടന്ന സമയത്ത് മോട്ടോർ സൈക്കിൾ എങ്ങനെ വർക്ക് ചെയ്യണം എന്നൊക്കെ പഠിക്കാൻ കുറേ നടന്നു. അപ്പോൾ ഈ മോട്ടോർ സൈക്കിൾ ശരിയായ രീതിയിൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, ഈ സാധനം ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഓടിക്കേണ്ടത് എന്ന് പഠിക്കാൻ അന്വേഷിച്ചിറങ്ങിയ ഒരു സമയത്താണ് ചില കാര്യങ്ങൾ എനിക്കറിയാനിടയായത്. അതെന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ തന്നെ ചില ആളുകൾ ഓൾ ഇന്ത്യ റൈഡൊക്കെ നടത്തിയിട്ടുള്ള ഒരുപാട് ബൈക്കുകൾ ഓടിച്ചിട്ടുള്ള ചില ആൾക്കാർ തന്നെ അക്കാഡമികളിൽ, ഈ റേസിംഗ് അക്കാഡമികളുണ്ട്. റേസിംഗ് അക്കാഡമി എന്ന് പറഞ്ഞാൽ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കുന്ന പ്രൊഫഷണൽ മോട്ടോർ സൈക്കിൾ റേസിങ്ങിലേക്കൊക്കെ വേണേൽ പോകാം. അല്ലെങ്കിൽ പ്രൊഫഷണൽ റൈഡർമാരെ, പ്രത്യേകിച്ച് പവർ കൂടിയ, പൊട്ടൻഷ്യൽ കൂടിയ ബൈക്കുകൾ ഓടിക്കാൻ വേണ്ട ശരിയായ ട്രെയിനിങ് നൽകുന്ന അക്കാഡമികൾ, അവർ ശരിയായ രീതിയിൽ നിങ്ങളെ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കും. അങ്ങനെയുള്ള അക്കാഡമികൾ നടത്തുന്ന ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 എന്നൊക്കെ പറഞ്ഞ ട്രെയിനിങ്ങുകളുണ്ട്. അപ്പോൾ ലെവൽ 1, ലെവൽ 2 ട്രെയിനിങ്ങുകൾ എടുത്ത ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ, ഒരുപാട് മോട്ടോർ സൈക്കിൾ റൈഡിങ് എക്സ്പീരിയൻസ് ഉള്ള ചില ആളുകൾ തന്നെ ജീവിതത്തിൽ ആദ്യമായി ലെവൽ 1, ലെവൽ 2 ട്രെയിനിങ് എടുത്തതിന് ശേഷം അവർ പറഞ്ഞത്, മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നതിനെ പറ്റിയുള്ള അവരുടെ ധാരണകളെല്ലാം തെറ്റായിരുന്നു എന്നാണ് അവർക്ക് മനസ്സിലായത്. അവർ വിശ്വസിച്ചിരുന്നു ശരിക്കും അവർക്ക് മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ അറിയാമായിരുന്നുവെന്ന്. എന്നാൽ ട്രെയിനിങ് എടുത്തതിന് ശേഷം അവർക്ക് മനസ്സിലായി അവർ ശരിയായ രീതിയിലല്ല ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് അവർ മനസ്സിലാക്കുകയും, ശരിയായ രീതിയിൽ എങ്ങനെയാണ് മോട്ടോർ സൈക്കിൾ ഓടിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഇത്രയും കാലം ഉണ്ടായിരുന്ന കോൺഫിഡൻസ് എല്ലാം പോയി എന്ന് ആളുകൾ പറയുന്ന കാര്യങ്ങൾ സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഞാനും ഈ പറയുന്ന പോലെ എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാമെന്ന് വിചാരമുള്ള, ഈ പഠിക്കാൻ ഇറങ്ങുന്ന സമയത്ത് തന്നെ ധാരാളം ബൈക്കുകൾ ഓടിച്ചിട്ടുള്ള, എനിക്ക് നല്ലപോലെ ഓടിക്കാൻ അറിയാമെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാനും വളരെ സ്പീഡിലൊക്കെ വണ്ടി ഓടിക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്കും ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, ഇവിടെയുള്ള 100-ൽ 95 പേർക്കും ബൈക്ക് ഓടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് പെടുന്ന ഒരാൾ തന്നെയായിരുന്നു ഞാനും. എനിക്കും ബൈക്ക് ഓടിക്കാൻ അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഞാനത് തിരിച്ചറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നീട് ഈ അക്കാഡമിയിൽ നടക്കുന്ന ട്രെയിനിങ്ങിനെ പറ്റിയൊക്കെ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്, ഈ ലെവൽ 1 ട്രെയിനിങ്ങിൽ അവർ പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ അവരാദ്യം ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് എംപ്റ്റി യുവർ കപ്പ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ മായ്ച്ചു കളഞ്ഞ് പുതിയൊരു തുടക്കം തുടങ്ങാൻ വേണ്ടി നമ്മളെ തയ്യാറാക്കുക. അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ, നമുക്കറിയാവുന്ന ബൈക്ക് ഓടിക്കുന്നതിനെ പറ്റി നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ അൺലേൺ ചെയ്യുക എന്ന് പറയും. എന്നിട്ടാണ് പുതിയ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ബൈക്ക് ഓടിക്കാൻ നമുക്ക് നിലവിൽ അറിയാവുന്ന പല കാര്യങ്ങളും, നമ്മൾ എങ്ങനെയാണ് ബൈക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ബ്രേക്ക് പിടിച്ച് നിർത്തേണ്ടത്, എങ്ങനെയാണ് ഒരു മോട്ടോർ സൈക്കിൾ ഇരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു മോട്ടോർ സൈക്കിൾ പെട്ടെന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റിയൊക്കെ നമുക്കുള്ള അറിവുകൾ, പൊതുവായിട്ടുള്ള ധാരണകളെല്ലാം തെറ്റായ ധാരണകളാണ് എന്നതുകൊണ്ട് തന്നെയാണ് ലെവൽ 1 ട്രെയിനിങ്ങിൽ അവർ ആദ്യം ചെയ്യുന്നത് എംപ്റ്റി യുവർ കപ്പ് എന്ന് പറഞ്ഞ ആ ഒരു കാര്യം അവർ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്നാണ് അവർ വരുത്തി തീർക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റിയെല്ലാം കേൾക്കുകയും എനിക്ക് ബൈക്ക് ഓടിക്കാൻ വേണ്ടി വളരെയധികം ക്രേസ് തോന്നി. എങ്ങനെ ബൈക്ക് ഓടിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഓൾറെഡി ഓടിക്കാൻ അറിയാം, പക്ഷേ അത് പോരാ, അത് ശരിയായ രീതിയിലല്ല ഞാൻ ഓടിക്കുന്നത് എന്ന് ആളുകൾ പറഞ്ഞു കേട്ടപ്പോൾ, എന്നാൽ ആ ശരിയായ രീതി എനിക്കൊന്ന് പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹം തോന്നുകയും, അങ്ങനെ ഞാൻ അന്വേഷിച്ച് നടന്ന സമയത്താണ് ആൾഡ്രിൻ ബാബു എന്ന് പറയുന്ന ആളെ ഞാൻ പരിചയപ്പെട്ടത്. പുള്ളി നാഷണൽസിലൊക്കെ പോഡിയം അടിച്ചിട്ടുള്ള ഒരു റേസറാണ്. നല്ലൊരു കരിയർ ഗ്രാഫുള്ള പാർട്ടിയാണ്. ഇപ്പോഴും പുള്ളി റേസുകളൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്നെക്കാളും വലിയ പ്രായം കൂടുതൽ പുള്ളിക്കുണ്ടെന്ന് തോന്നുന്നില്ല. പുള്ളിക്കാരൻ ചാലക്കുടിക്കാരനാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഈ ബൈക്ക് റേസറിനെ ഞാനിന്ന് പരിചയപ്പെട്ടതാകട്ടെ ഇതുപോലെ മോട്ടോർ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ഗ്രൂപ്പുകൾ വഴിയാണ് ഇങ്ങനെ ഒരാളെ ഞാൻ പരിചയപ്പെട്ടത്. പുള്ളി മലയാളിയാണെന്നും ഇങ്ങനെ ചാലക്കുടിയിലുള്ള ആളാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിയോടൊരു സൗഹൃദം സ്ഥാപിക്കുകയും, എന്നെ ഒന്ന് ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കാമോ, വലിയൊരു അക്കാഡമി പോയൊരു ട്രെയിനിങ് എടുക്കാൻ എനിക്ക് സാമ്പത്തികമില്ല, അപ്പോൾ എന്നെ നിങ്ങളൊന്ന് സഹായിക്കാമോ, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി വളരെ സ്നേഹത്തോടെ അതിനെന്താ പറഞ്ഞു തരാമല്ലോ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ എന്നെ അതിന് ഹെൽപ്പ് ചെയ്തു. യാതൊരുവിധ മടിയും കൂടാതെ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരനാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു 1 പീസ് ലെതർ സ്യൂട്ട്, അഥവാ റേസ് ട്രാക്കുകളിൽ റേസിങ്ങിന് ഉപയോഗിക്കുന്ന ലെതർ സ്യൂട്ട്, അദ്ദേഹം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ലെതർ സ്യൂട്ട് എനിക്ക് നൽകി
ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ R15V3 എന്ന് പറയുന്ന ബൈക്കിൽ അന്നാണ് കയറിയിരിക്കുന്നത്. പുള്ളിക്കാരൻ എനിക്ക് ട്രെയിനിങ് തന്നു എങ്ങനെയാണ് ബൈക്ക് ഓടിക്കേണ്ടതെന്ന്. അന്ന് ആ ട്രെയിനിങ്ങിൽ പുള്ളി എന്നെ പരിശീലിപ്പിച്ച പല കാര്യങ്ങളും പരിശീലിപ്പിക്കുകയും പല കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്തു. പല ഡ്രില്ലുകൾ നടത്തി എന്നെക്കൊണ്ട് വണ്ടി ഓടിപ്പിച്ചു പഠിപ്പിച്ചു എന്ന് പറയാം. പഠിച്ചു എന്നും ഞാൻ തികഞ്ഞു എന്നും അല്ല ഉദ്ദേശിച്ചത്. എന്നാലും ബേസിക്കായിട്ട് ഈ സാധനം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പുള്ളി എനിക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തന്നു. ഈ പുള്ളിക്കാരൻ ഇൻസ്റ്റഗ്രാമിലുള്ള ആളാണ്. ആൾഡ്രിൻ ബാബുവിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. മോർട്ടൽ ഡ്രാഗ്സ്റ്റർ എന്ന് പറഞ്ഞാണ് പുള്ളിയുടെ അക്കൗണ്ട് കിടക്കുന്നത്. പുള്ളി ഇപ്പോഴും ചാമ്പ്യൻഷിപ്പുകളിലൊക്കെ റേസ് ചെയ്യുകയും അതിൻ്റെ പ്രാക്ടീസൊക്കെ ആയിട്ട് ഇപ്പോഴും നടക്കുന്ന പാർട്ടിയാണ്. അപ്പം പുള്ളി എന്നെ അന്ന് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ, ജീവിതത്തിൽ അത്രയും വിലപ്പെട്ട കാര്യങ്ങളാണ് പുള്ളി എനിക്ക് പഠിച്ചു തന്നത്. പുള്ളി വളരെ കാലം കൊണ്ട് പുള്ളി ഇതുപോലെ അക്കാഡമികളിലൊക്കെ പോയി പഠിച്ച പുള്ളിയുടെ എക്സ്പീരിയൻസ് ഉള്ള പുള്ളി കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത പല കാര്യങ്ങളും പുള്ളി എനിക്ക് യാതൊരുവിധ മടിയും കൂടാതെ പുള്ളി എന്നെ പറഞ്ഞു തന്ന് എന്നെ പരിശീലിപ്പിച്ചു. ആ പരിശീലനം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു, ഇത് വെറുതെ പറയുന്നല്ല, യഥാർത്ഥത്തിൽ എനിക്ക് അന്ന് വരെ ബൈക്ക് ഓടിക്കാൻ അറിയില്ലായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ അന്ന് വരെ ബൈക്ക് ഓടിച്ചുകൊണ്ടിരുന്ന രീതി തെറ്റാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അത് സത്യമാണ് പറയുന്നത്. അതിനുശേഷം വഴിയെക്കൂടെ ഒരാൾ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ പോലും എനിക്ക് കാണുമ്പോൾ തോന്നും ഇവൻ തെറ്റായ രീതിയിലാണ് ബൈക്ക് ഓടിക്കുന്നത് എന്ന് എനിക്ക് പറയാൻ തോന്നുന്ന സാഹചര്യങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെ അതിനുശേഷം എൻ്റെ സുഹൃത്തുക്കളായ ആളുകൾ ബൈക്ക് ഓടിക്കുമ്പോൾ വേഗത്തിൽ ഓടിക്കുന്ന സാഹചര്യങ്ങൾ അവരുടെ പുറകിലിരിക്കാൻ എനിക്ക് ഭയങ്കര ഭയമായി. ഞാൻ പയ്യെ ബൈക്ക് ഓടിക്കുന്ന ശരിയായ രീതികൾ പുള്ളി എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ പിന്നീട് പലതവണ പരിശീലിച്ച് ബൈക്ക് ഓടിക്കാൻ നല്ല രീതിയിൽ പഠിച്ചെടുത്തു. എന്നാലും ഞാൻ തികഞ്ഞു എന്നല്ല, അദ്ദേഹത്തെ പോലെ ഈ പറഞ്ഞ ആൾട്ടൻ ബാബു എന്ന ആളെപ്പോലെയോ അയാളുടെ ഒപ്പം ഒരു പ്രൊഫഷണൽ മോട്ടോർ സൈക്കിൾ റേസറെ പോലെ ഞാൻ ബൈക്ക് ഓടിക്കാൻ പഠിച്ചു എന്നല്ല, സുരക്ഷിതമായിട്ടിത് കൈകാര്യം ചെയ്യുന്ന രീതികൾ ഞാനൊന്ന് മനസ്സിലാക്കി എടുക്കുകയാണുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ബൈക്ക് ഓടിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് ഭൂരിഭാഗം പേർക്കും അറിയത്തില്ല. വണ്ടി സ്പീഡിൽ വിടാൻ എനി മങ്കി ക്യാൻ ട്വിസ്റ്റ് ദ ത്രോട്ടിൽ എന്നാണ് പറയുന്നത്. ഏത് കുരങ്ങനും ഈ ത്രോട്ടിൽ പിടിച്ച് തിരിക്കാം. പക്ഷേ വണ്ടി സ്പീഡ് കയറിയതിന് ശേഷം ആ വണ്ടിയെ പിടിച്ചു നിർത്തേണ്ടത് എങ്ങനെയാണ് എന്ന് ഇവിടെ ആരും പഠിപ്പിക്കുന്നില്ല. നിങ്ങളെ ബൈക്ക് ഓടിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന ആളുകൾ ഈ നാട്ടിലുള്ള സാധാരണ ഡ്രൈവിംഗ് സ്കൂളിലെ ആളുകളൊന്നും പഠിപ്പിക്കുന്ന രീതികളൊന്നും ശരിയായ രീതികളല്ല, ശാസ്ത്രീയമായ രീതികളല്ല. എന്നാൽ നിങ്ങൾക്കൊരു കമ്മ്യൂട്ടർ എന്നുള്ള ലെവലിൽ സാധാരണ ബൈക്ക് എടുത്തുകൊണ്ട് കടയിൽ പോയി വരിക, ജോലിക്ക് പോയി വരിക എന്നുള്ള രീതിയിൽ ആ ബൈക്ക് ഉപയോഗിക്കാൻ നിങ്ങളുടെ അത്രയും അറിവ് തന്നെ ധാരാളമാണ്. എന്നാൽ അതിനപ്പുറത്ത് വേഗത്തിൽ വാഹനം ഓടിക്കേണ്ടുന്ന സാഹചര്യങ്ങളിൽ ഉയർന്ന വേഗത്തിലൊരു ബൈക്ക് ഓടിക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് ഈ സാധനം ശരിക്കും എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞില്ല എങ്കിൽ പല സാഹചര്യങ്ങളിലും വണ്ടി കയ്യിൽ നിന്ന് പോകും, നമുക്ക് അപകടം ഉണ്ടാവും. അത് നിശ്ചയമായ കാര്യമാണ്. ഈ മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്ന സാധനം നമുക്കിപ്പോൾ ഇടത്തോട്ട് വണ്ടി തിരിക്കണമെങ്കിൽ, ഓടുന്ന ബൈക്കിനെ ഇടത്തോട്ട് കൊണ്ടുപോകണമെങ്കിൽ എങ്ങോട്ടാണ് തിരിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു ബൈക്ക് ഓടിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ഒരാൾ പറയും ഇടത്തോട്ടാണ് തിരിക്കേണ്ടത് എന്ന് പറയും. എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മോട്ടോർ സൈക്കിളിനെ ഇടത്തേക്ക് തിരിക്കണമെങ്കിൽ മോട്ടോർ സൈക്കിളിനെ ഹാൻഡിൽ ബാർ വലത്തേക്കാണ് തിരിക്കേണ്ടത്. കൗണ്ടർ സ്റ്റിയറിംഗ് എന്ന് പറയും. ആദ്യമായിട്ട് ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഈ ഐഡിയ എന്താണെന്ന് പിടികിട്ടത്തില്ല. അതെങ്ങനെ സംഭവിക്കും എന്നൊക്കെ ചോദ്യങ്ങളുണ്ടാവാം. സത്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ബൈക്കിനെ പറ്റിയുണ്ട്. അതുപോലെ തന്നെ ബൈക്കിൽ എങ്ങനെ ഇരിക്കണം, ശരിയായ രീതി, നമുക്ക് എങ്ങനെയാണ് ബൈക്കുമായിട്ട് ഏറ്റവും നല്ല കോൺടാക്റ്റ് ഉണ്ടാക്കേണ്ടത്. കൈകൊണ്ട് ഹാൻഡിൽ മുറുക്കെ പിടിക്കുക എന്നാണ് ആളുകൾ പറയുന്നത്. നിങ്ങൾ മുറുക്കെ ഹാൻഡിൽ പിടിക്കുന്നതിലും നല്ലതെന്ന് പറയുന്നത് നിങ്ങൾ കൈവിട്ട് ഓടിക്കുന്ന ബൈക്ക് റോഡിൽ നിങ്ങൾ രണ്ട് കൈയും ബൈക്കിൻ്റെ ഹാൻഡിൽ നിന്ന് എടുത്ത് ഓടിക്കുന്നത് വളരെ സേഫാണ്. അതിലും അപകടമാണ് നിങ്ങൾ മുറുക്കെ ഹാൻഡിൽ ബാർ പിടിച്ച് ഓടിക്കുന്നത്. ഇതുപോലെ നിരവധി കാര്യങ്ങളുണ്ട്. ഇതൊന്നും പെട്ടെന്ന് പറഞ്ഞു തരാനോ എൻ്റെ അറിവുകൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ മേഖലയിലുള്ള അറിവുകൾ വളരെ പരിമിതമാണ്. ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ തക്ക ഇത് എനിക്ക് ഈ വിഷയത്തിലില്ല. കുറച്ചുകൂടെ പഠിച്ചതിന് ശേഷമാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരാമായിരുന്നു. കഴിയുമെങ്കിൽ ഒരിക്കൽ എൻ്റെ ഈ ചാനലിൽ ആൾട്ടൻ ബാബു എന്ന് പറയുന്ന ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ പുള്ളി ഒരു റേസറിൽ നിന്ന് നമുക്ക് കേൾക്കാം എങ്ങനെയാണ് ഈ മോട്ടോർ സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഇതെല്ലാം പറഞ്ഞ് വന്നത് ഒറ്റ കാര്യം പറയാൻ വേണ്ടിയാണ്. നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് ബൈക്ക് ഓടിക്കാൻ അറിയത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. മോട്ടോർ സൈക്കിൾ ഇരിക്കുന്ന ഇരിപ്പ് കാണുമ്പോൾ അറിയാം ശരിയായ രീതിയിലല്ല ഇത് ഇരിക്കുന്നതെന്ന്. ഇതിൻ്റെ എല്ലാം പ്രശ്നം വരാൻ പോകുന്നത് പവർ കൂടിയ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നമ്മുടെ ചെറിയ സ്പ്ലെൻഡറും ബുള്ളറ്റും ഒക്കെ ഓടിച്ച് നടക്കുന്ന ആളുകൾ ഇപ്പോൾ വണ്ടി നിർത്തണമെങ്കിൽ വണ്ടിയുടെ പുറകിലെ ബ്രേക്കാണ് ചവിട്ടി നിർത്തുന്നത്. അല്ലെങ്കിൽ ചില ആൾക്കാർ രണ്ട് ബ്രേക്കും 50-50 ഉപയോഗിക്കും. എന്നാൽ പെർഫോമൻസ് കൂടിയ വാഹനങ്ങളിലെല്ലാം വലിയ ഡിസ്ക് ബ്രേക്കുകളാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. ഈ വാഹനത്തെ സ്പീഡിൽ പോകുമ്പോൾ പിടിച്ച് നിർത്തണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് ബ്രേക്ക് നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. എങ്ങനെയാണ് ഫ്രണ്ടിലെ ബ്രേക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, ശരിയായ രീതിയിൽ എങ്ങനെ വണ്ടി നിർത്താം, ഇതൊക്കെ പഠിക്കാനും പരിശീലിക്കാനും ഒരു പ്രൊഫഷണൽ മോട്ടോർ സൈക്കിൾ റേസിംഗ് അക്കാഡമിയിൽ പോയി നിങ്ങൾ പഠിക്കേണ്ടി വരും.
ഇനി അതിനൊന്നും മെനക്കെടേണ്ട. ബേസിക്കായ കാര്യങ്ങൾ യൂട്യൂബ് വീഡിയോയിലും കാര്യങ്ങളും ഒക്കെ കിട്ടും. ഈ കാര്യങ്ങളൊന്നും അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ നിങ്ങളൊരു വലിയ വണ്ടിപ്രാന്തനാണെന്നും ഒരു ബൈക്കറാണെന്നും ഒന്നും സ്വയം അഹങ്കരിക്കാതിരിക്കുക. ശരിയായ രീതിയിൽ ബൈക്ക് ഓടിക്കാൻ പഠിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നില്ല, കുറേ ഒച്ചപ്പാടും ബഹളമൊക്കെ വെച്ച് ബൈക്കിൽ ചിന്നിച്ചേറി നടന്നാൽ മതി എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളൊരു ട്രൂ ബൈക്കർ അല്ല എന്ന് ഞാൻ പറയും. ശരിയായ ബൈക്കർ ആവണമെങ്കിൽ എങ്ങനെ ബൈക്ക് ഓടിക്കണം എന്നതിനെപ്പറ്റിയും ശരിയായി നമ്മൾ പഠിക്കണം. അതുകൊണ്ട് ശരിയായ രീതിയിൽ ബൈക്ക് ഓടിക്കാൻ അറിയത്തില്ല എന്നുള്ള ഈ ഞാൻ പറയുന്നതിൻ്റെ കാരണം മനസ്സിലാക്കുക. റോഡ് അപകടങ്ങൾ അത്രയധികം കൂടുന്നു. ഇതിലുള്ള വലിയൊരു ശതമാനം അപകടങ്ങളും വരുത്തി വെക്കുന്നതാണ് എന്ന് നമുക്ക് ഈ അപകടങ്ങളുടെ വീഡിയോകൾ കാണുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് എല്ലാ ചെറുപ്പക്കാരോടും പറയുവാണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, മോട്ടോ GPയെക്കാളും ഭയാനകമായ അപകടകരമായ ഒരു ബൈക്ക് റേസ് ഈ ലോകത്ത് നടക്കുന്നതാണ് ഐൽ ഓഫ് മാൻ TT എന്ന് പറയുന്ന സാധനം. ഐൽ ഓഫ് മാൻ TTയിൽ അത്ര അപകടകരമായ രീതിയിലാണ് അവർ അത്രയും പവർ ഏറിയ ബൈക്ക് കൊണ്ട് ഈ പറയുന്ന ഇടുങ്ങിയ റോഡുകളിലൂടെ പായുന്നത്. അവർക്കത് സാധിക്കുന്നതും നമ്മളെപ്പോലുള്ള ആളുകൾക്കത് അസാധ്യമാകുന്നതും നമ്മളെ പേടിപ്പെടുത്തുന്നതുമായതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശരിയായ രീതിയിൽ എങ്ങനെ വാഹനം ഓപ്പറേറ്റ് ചെയ്യണമെന്ന് അറിവില്ലാത്തതുകൊണ്ടാണ്. അവർക്ക് ആ വാഹനങ്ങൾ അതുപോലെ ഓടിക്കാൻ സാധിക്കുന്നത് അവരത്രയും ആ യന്ത്രത്തെപ്പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അറിവുള്ളത് കൊണ്ടാണ് അവർക്ക് പേടിയില്ലാത്തത്. അറിവാണ് ഏറ്റവും വലിയ ധനം. അറിവുണ്ടെങ്കിൽ നമ്മുടെ പേടി അത്രയും കുറയും. എക്സ്പീരിയൻസ്ഡായ ആളുകൾ റോഡിലൂടെ അതിവേഗത്തിൽ വണ്ടി ഓടിക്കും നമ്മൾ കാണാറുണ്ട്. ഇവർക്കൊന്നും പേടി തോന്നത്തില്ല, ഇവരെങ്ങനെ ഇത് ഓടിക്കുന്നു എന്നൊക്കെ ചിലർക്ക് തോന്നാം. അവർ ശരിയായി ആ വാഹനത്തെ മനസ്സിലാക്കിയിട്ടാണ് ഓടിക്കുന്നത്, അതുകൊണ്ട് അവർക്ക് പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ബൈക്ക് ഓടിക്കാൻ നിങ്ങൾക്ക് പേടി തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ ഓടിക്കുന്നത് തെറ്റായ രീതിയിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ശരിയായ രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയം തോന്നും, നിങ്ങൾ തെറ്റായ രീതിയിലാണ് വാഹനം ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് ചെറുപ്പക്കാരെല്ലാവരും സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. അലൗ യുവർ സെൽഫ് ടു ബി എ ബിഗിനർ എന്നാണ് പറയുന്നത്. ബിഗിനർ ആകാൻ താല്പര്യപ്പെടുക. നല്ല നല്ല ചാനലുകളും ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്ങനെ മോട്ടോർ സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്യണം, എങ്ങനെ ഒരു മോട്ടോർ സൈക്കിൾ ഇരിക്കണം, എങ്ങനെയാണ് മോട്ടോർ സൈക്കിൾ തിരിക്കേണ്ടത്, നിർത്തേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരുന്ന ധാരാളം കാര്യങ്ങൾ. ത്രോട്ടിൽ കൺട്രോൾ, എങ്ങനെ റോഡിൽ ഏത് ലൈൻ കീപ്പ് ചെയ്യണം, റേസിംഗ് ലൈൻസ് അല്ല റോഡിൽ കീപ്പ് ചെയ്യേണ്ടത്, വാഹനം ഏത് വരയിലൂടെ ഓടിക്കണം, എങ്ങനെ ഒരു വളവിലേക്ക് അപ്രോച്ച് ചെയ്യണം, എങ്ങനെ ഒരു കോർണർ എടുക്കണം, എങ്ങനെ ഒരു കോർണറിൽ നിന്ന് എക്സിറ്റ് ആകണം, എപ്പോൾ ഏത് ഗിയർ തിരഞ്ഞെടുക്കണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വണ്ടിയെപ്പറ്റി പഠിക്കാനുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പഠിക്കാനും അറിയാനും താല്പര്യമുണ്ടാകുക. ശരിയായ രീതിയിൽ ബൈക്ക് ഓടിക്കാനും പഠിച്ചതിന് ശേഷം മാത്രം വേഗത്തിൽ വണ്ടി ഓടിക്കാൻ പോവുക. അല്ലെങ്കിൽ നമ്മൾ മരണത്തെ ക്ഷണിച്ച് വരുത്തുന്നത് പോലെ ആയിരിക്കും. ഓക്കെ, സോ ബൈക്ക് ഓടിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി അലഞ്ഞു നടന്ന സമയത്തെ കുറേ കഥകൾ, ഒരുപാട് കഥകളുണ്ട്. വണ്ടി പഠിക്കാൻ വേണ്ടി നടന്ന വലിയ വണ്ടികളൊക്കെ ഓടിക്കാൻ ആഗ്രഹം തോന്നി, കാർ ഓടിക്കാനൊക്കെ ആഗ്രഹം തോന്നി അലഞ്ഞു നടന്ന സമയത്ത് ഒരുപാട് കഥകളുണ്ട്. അതിൽ നിന്നൊക്കെ പഠിച്ച കാര്യങ്ങളും അത്ര വലുതാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് ബൈക്ക് ഓടിക്കുക. നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഒരു തിരിച്ചറിവ് കൊണ്ടാണ്. നിങ്ങൾ ഏത് പ്രൊഫഷണൽ മോട്ടോർ സൈക്കിൾ റേസറെ എടുത്താലും ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഈ പറഞ്ഞ സത്യമാണെന്ന് ഏറ്റുപറയും. കാരണം ഇവിടെയുള്ള ചെറുപ്പക്കാർക്കൊന്നും ബൈക്ക് ഓടിക്കാൻ അറിയില്ല. കാരണം ഒരു പ്രൊഫഷണൽ ബൈക്കർ ആവണം, പ്രൊഫഷണൽ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ഒരു പ്രൊഫഷണൽ ബൈക്കർ ആകണം, ശരിയായ രീതിയിൽ ഗിയറുകൾ ധരിച്ച് ശരിയായ രീതിയിൽ ഈ വാഹനവുമായി റോഡിൽ ഇറങ്ങണം എന്നുള്ള ആഗ്രഹം ഇവിടെയുള്ള ചെറുപ്പക്കാർക്കില്ല. ഒന്നാമത്തെ കാര്യം, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയും ഇവിടെ ഇല്ല. ഈ ബൈക്കുകൾ കണ്ടാൽ, പുതിയ ജനറേഷൻ്റെ റേസ് ബൈക്കുകളും സ്പോർട്സ് ബൈക്കുകളും കണ്ടാൽ അരിശം തോന്നുന്ന പോലീസുകാരും ഇതിനെ പരിഹസിക്കുകയും ഇതെല്ലാം അനാവശ്യമായ കാര്യങ്ങളാണ് എന്ന് മാത്രം പറയുന്ന പ്രായമായവരും ഉള്ളൊരു നാടാണിത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇവിടെ ആളുകളില്ലാത്തതുകൊണ്ട് തന്നെ സേഫായി മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ വേണ്ടി എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആഗ്രഹമുണ്ട്, കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറയുക. എൻ്റെ കയ്യിലുള്ള പരിമിതമായ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.